ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു വിചാരണ നടത്താൻ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അടുത്ത്. അക്ബറിൻ്റെ പാവ ആരാണ് മോഷ്ടിച്ചതെന്നുള്ളതിൻ്റെ വിചാരണയാണ് നടത്തുന്നത്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കൊരാളെ സംശയമുണ്ട് ലാലേട്ടാ, അത് നെവിനാണ്. കോർട്ടിലോട്ട് കയറി തൊട്ട് തൊഴുതുകൊണ്ട് അകത്ത് കയറിയിട്ട് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ബിഗ് ബോസിന് മുമ്പാകെ സത്യം മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അക്ബറിൻ്റെ വിഷമം കണ്ടിട്ട് അപ്പം പാവ മോഷ്ടിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ 2 എണ്ണം കൊടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എത്ര എണ്ണം തിരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അക്ബറിൻ്റെ വിഷമം കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. നെവിൻ പറയുന്നുണ്ട്, വക്കീലിൻ്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വക്കീൽ കണ്ടോ ഞാൻ എടുക്കുന്നത്? അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, വക്കീൽ കണ്ടില്ലല്ലോ, കാണാത്ത കാര്യം നിങ്ങൾ എന്തിനു എൻ്റെ പുറത്ത് കുറ്റം ചാർത്തുന്നു? അക്ബറിനോട് നെവിൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 2 എണ്ണം എടുത്തത് തിരിച്ചു തരാം എന്ന്. അക്ബർ പറയുന്നുണ്ട്, വേണ്ട നീ തന്നെ വെച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു. എടുത്തു എന്നുള്ളത് കുറ്റസമ്മതം നടത്തിയെന്നറിഞ്ഞു. അപ്പോൾ എത്ര എണ്ണമാണ് എടുത്തതെന്നാണ് എനിക്കറിയേണ്ടതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഞാൻ പാവ എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ 10 പാവയെങ്കിൽ 2 പാവയെങ്കിൽ 2 പാവ, 10 പാവ പോയതിൽ നിന്ന് 2 എണ്ണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അതെൻ്റെ നല്ല മനസ്സ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, കൊടുത്തില്ല, അത് വേണ്ടാന്ന് പറഞ്ഞു. കൊടുത്തില്ല. ആ പാവ മാത്രമല്ല എനിക്ക് കിട്ടിയത്, അക്ബറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 5-6 പാവയും പ്ലസ് ആ 2 പാവയും കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് ലക്ഷ്മി വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഗെയിമിൻ്റെ ഇടയിൽ 2 അല്ല 10 അല്ല 20 പാവ പോയിട്ടുണ്ടായാലും വീക്കായിട്ടുള്ള ഒരു ഗെയിമറിൻ്റെ കയ്യിൽ നിന്ന് പോയത് പിന്നെ എന്നെപ്പോലുള്ള നിരപരാധിയായ ഒരു ഗെയിമറിൻ്റെ അടുത്ത് ഇത്തരം മണ്ടത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന വക്കീലിനെ പോലുള്ളവരെയാണ് ആദ്യം പിടിച്ച് ജയിലിൽ ഇടേണ്ടുന്നത്. ഞാൻ ചിലപ്പോൾ 20 എണ്ണം എടുത്തിട്ടുണ്ടാകും, 30 എണ്ണം എടുത്തിട്ടുണ്ടാകും, 35 എണ്ണം എടുത്തിട്ടുണ്ടാകും. അത് നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീയുടെ അടുത്ത്, നിരപരാധിയായ ഒരു പ്രതിക്ക് കഴുകുമരം മേടിച്ചു കൊടുത്ത് നിങ്ങളെപ്പോലുള്ള സ്ത്രീയുടെ അടുത്ത് സത്യം വെളിപ്പെടുത്തണമെന്ന ആവശ്യം എനിക്കില്ലെന്ന് നെവിൻ പറയുന്നുണ്ട്. നെവിൻ എത്ര എണ്ണം അക്ബറിൻ്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയെന്ന് മാത്രം എനിക്കറിയേണ്ടതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ടെന്ന് ലാസ്റ്റ് നെവിൻ പറയുന്നുണ്ട്. കാണാത്ത കണ്ടെന്ന് പറയുന്ന നിങ്ങളെപ്പോലുള്ള വക്കീലിനെ ആദ്യം പിടിച്ച് ജയിലിലിടണമെന്ന് നെവിൻ പറയുന്നുണ്ട്. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. കാണാത്ത കാര്യങ്ങൾ കണ്ടെന്നും കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടെന്നും പറയുന്ന ലക്ഷ്മിയുടെ അഭിപ്രായം എന്താണ്?